മഹാഭാരതം ഇതിഹാസമെന്ന നിലയിൽ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണമായ കഥയെ ശാശ്വതീകരിച്ച് വയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതിൻ്റെ രചന വ്യാസൻ നിർവഹിച്ചിരിക്കുന്നത്. അതിനാൽ ഓരോ സംഭവത്തിൻ്റെയും ഓരോ കഥാപാത്രത്തിൻ്റെയും ഓരോ പ്രകൃതി ചിത്രീകരണത്തിൻ്റെയും പിന്നിൽ ജീവിതത്തിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ നിരന്തരമായ അവസാനിക്കാത്ത അവിരാമമായ ഒരു ത്വര കാണാം. ഈ ത്വരയാണ് സർഗകാമനയുടെ മയൂരം. ഇത് ഏത് സ്രഷ്ടാവിൻ്റെയും ഒരു ത്വരയായിരിക്കും. മനുഷ്യജീവിതത്തെ സമ്പൂർണ്ണമായി ആവിഷ്കരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ പ്രതിഭയുടെ ന്യൂനത കൊണ്ട് ക്രാന്തദർശിത്വത്തിൻ്റെ അഭാവം കൊണ്ട് പല സ്രഷ്ടാക്കൾക്കും സാഹിത്യകാരന്മാർക്കും, സ്രഷ്ടാക്കൾ എന്നതുകൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് സാഹിത്യകാരന്മാരെന്നാണ്. കലാകാരന്മാരും സ്രഷ്ടാക്കളാണ്, വലിയ ഋഷിമാരും സ്രഷ്ടാക്കളാണ്. വ്യാസനുടെ മഹർഷിയുമാണ്, സാഹിത്യകാരനുമാണ്, കലാകാരനുമാണ്. കലാകാരൻ എന്ന് അദ്ദേഹത്തെ പറയുന്നത് ഒരു സന്ദർഭം ചിത്രീകരിക്കുമ്പോൾ ചിത്രകലയുടെ സാങ്കേതികമായ രീതികൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് അത് വേണ്ട വിധത്തിൽ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ടെക്നിക്ക് കാളിദാസനും ഉപയോഗിക്കുന്നുണ്ട്. ഇതാദ്യം ഉപയോഗിച്ച് വിജയിച്ച കവി വാൽമീകിയാണ്. ചിത്രകലയുടെ എല്ലാ തരത്തിലുമുള്ള ചിത്രീകരണ വൈഭവത്തെ സന്ദർഭാനുസാരം വാൽമീകി ഉപയോഗിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വാൽമീകിയെ പല സന്ദർഭങ്ങളിലും ആവിഷ്കാര പ്രകാരങ്ങളിൽ വ്യാസൻ അനുകരിച്ചിട്ടുണ്ട്. സാധാരണ ആളുകൾക്ക് ബോധ്യമാകാത്ത വിധത്തിലും അനുകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യക്ഷവും പരോക്ഷവുമായ അനുകരണം വാൽമീകിയുടെ ചിത്രീകരണ കലയിൽ വ്യാസൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നാം പറഞ്ഞു വന്നത് മനുഷ്യജീവിതത്തിൻ്റെ സമ്പൂർണമായ കഥയാണ് വ്യാസൻ ആവിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ കഥയാണ്. മനുഷ്യൻ്റെ കഥ ആവിഷ്കരിക്കുന്നതും മനുഷ്യത്വത്തിൻ്റെ കഥ ആവിഷ്കരിക്കുന്നതും വ്യത്യസ്തമായ ആവിഷ്കാര രീതികളാണ്. വലിയ നോവലുകളൊക്കെ ടോൾസ്റ്റോയ്, ഡസ്റ്റോയെവ്സ്കി തുടങ്ങിയ നോവലുകളിലൊക്കെ മനുഷ്യത്വത്തിൻ്റെ കഥയല്ല അവർ ആവിഷ്കരിക്കുന്നത്, മനുഷ്യരുടെ കഥയാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ കഥ ആവിഷ്കരിക്കുന്നതും മനുഷ്യത്വത്തിൻ്റെ കഥ ആവിഷ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യത്വത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ അതിന് അസാധാരണമായ ഒരു നിത്യതയുണ്ടായിരിക്കും, അതിന് അനന്വയമായ ഒരു സമഗ്രതയുണ്ടായിരിക്കും, അതിന് അതുല്യമായ ഒരു സർഗവൈഭവം ഉണ്ടായിരിക്കും. അത് മറ്റാർക്കും സാധാരണഗതിയിൽ പ്രാപ്യമല്ലാത്ത ഉന്നതമായ പ്രതിഭാശാലികളുടെ മാത്രം അസൂയാവഹമായ ഒരു വിഹാര രംഗമാണ് അത്തരം ആവിഷ്കാര രീതി. അങ്ങനെ നോക്കുമ്പോൾ ആ ആവിഷ്കാര രീതി വാൽമീകിയേക്കാൾ കൂടുതൽ വ്യാസനാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ വ്യാസനെ ജയിക്കാൻ ലോകത്തിൽ ഒരു സ്രഷ്ടാവിനും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഒന്നുകൂടി നാം കടത്തി പറഞ്ഞാൽ വ്യാസനെ അക്കാര്യത്തിൽ അതിശയിക്കാൻ ലോകത്തിലെ ഒരു കവിക്കും ഇനിയും സാധ്യമാകും എന്ന് വിചാരിക്കാൻ യുക്തിപരമായ ന്യായങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ പറഞ്ഞത് മനുഷ്യത്വത്തിൻ്റെ സമഗ്രമായ ആവിഷ്കാരമായതുകൊണ്ട് കഥാപാത്രങ്ങൾ വ്യക്തികളുമായിരിക്കും, കഥാപാത്രങ്ങൾ സാമാന്യമായ ഭാവങ്ങളുടെ പ്രതീകങ്ങളുമായിരിക്കും. ഒരേ സമയത്ത് തന്നെ ഭീഷ്മർ വ്യക്തിയുമാണ്, അതേ സമയത്ത് തന്നെ ഭീഷ്മർ സാമാന്യമായ ചില നിത്യഭാവങ്ങളുടെ പ്രതീകവുമായിരിക്കും. അപ്പോൾ ഒരേ സമയത്ത് തന്നെ കഥാപാത്രം വ്യക്തിയായിരിക്കുകയും പ്രതീകമായിരിക്കുകയും ചെയ്യുക എന്ന സർഗവൈഭവത്തിൻ്റെ അസാധാരണമായ ഒരു വസന്തകാലോത്സവമാണ് വ്യാസൻ്റെ ചിത്രീകരണത്തിൽ നാം കാണുന്നത്. ഇത് മറ്റു കവികൾക്ക് അത്ര എളുപ്പത്തിൽ പ്രാപ്യമല്ല. ഇപ്പം ശാന്തനു മഹാഭാരത
കഥയുടെ അസ്ഥിവാരത്തിൽ ആ അസ്ഥിവാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബലിഷ്ഠമായി നിൽക്കുന്ന കഥാപാത്രമാണ് ശാന്തനു. ഈ ശാന്തനുവിന് ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായ പുത്രനാണ്, അതായത് ഗംഗാദേവിയിൽ ഉണ്ടായ പുത്രനാണ് ഗംഗാദത്തൻ എന്നും കൂടി വിളിക്കുന്ന ദേവവ്രതനായ, പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയുടെ സവിശേഷത കൊണ്ട് ഭീഷ്മർ എന്ന് പേര് ലഭിച്ച അതികായൻ. ഈ ശാന്തനുവും എന്താണ്, ഒരേ സമയത്ത് തന്നെ ഒരു വ്യക്തിയുമാണ്, അതേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു സിംബലുമാണ്, പ്രതീകവുമാണ്. ഇങ്ങനെ വരുന്നത് വലിയ സൃഷ്ടികളിൽ മാത്രമേ നാം കാണൂ. ലോകത്തിലെ ഏറ്റവും മഹത്തായ സൃഷ്ടികളിലാണ് ഒരു വ്യക്തിയാകുന്നതും ആ വ്യക്തിത്വത്തിൻ്റെ പരിമിതികളെ, വ്യക്തിത്വത്തിൻ്റെ സാഹചര്യത്തെ, വ്യക്തിത്വത്തിൻ്റെ പരിധികളെ ഉല്ലംഘിച്ച് പ്രതീകമായി മാറുക എന്ന് പറയുന്ന സൃഷ്ടിയുടെ ഏറ്റവും മഹത്തായ അനുഭൂതി നൽകുന്ന രീതി ഇത്തരം കഥാപാത്രങ്ങൾക്ക് മാത്രമേ കാണൂ. മറ്റുള്ള കവികളും ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്.